Greetings to you all in the mighty and precious name of Jesus Christ. ഒരു വിശുദ്ധൻ്റെ ആരാധന, ഒരു വിശുദ്ധൻ്റെ ആരാധന സ്വർഗത്തിൽ ഉത്സവമാണെന്നുള്ള എൻ്റെ ആ കഴിഞ്ഞ വീഡിയോ സ്റ്റോറേജ് സ്പേസ് തീർന്നതിൽ എനിക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. അത് കംപ്ലീറ്റ് ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നു. പ്രിയപ്പെട്ടവരെ, ഈ വചനം നിങ്ങളെ അനുഗ്രഹിക്കുക. ഇറ്റ്സ് എ റെവലേഷൻ. ഇതൊരു വെളിപ്പാടാണ്. ഈ വെളിപ്പാട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ ആരാധനയുടെ മഹത്വം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഈ ഭൂമിയിൽ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്ന സത്യം, ഈ ഭൂമിയിലെ ഏറ്റവും മനോഹരമായ ഒരു ആരാധന ഏതാണെന്ന് കർത്താവ് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നു. അത് ആ മലയിലെ ആരാധനയാണ്. ആ മലയിൽ മാത്യു 15-ാം അധ്യായത്തിൽ പറയുന്ന ആ മലയിലെ കർത്താവിനോടൊപ്പമുള്ള ആരാധനയായിരുന്നു. അത് നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ അതിനു മുമ്പ് ആമേൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തന്ന വേറൊരു ദൈവത്തിൻ്റെ വചനഭാഗം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരിക. മലാക്കി 1-ാം അധ്യായം 10-ാം വാക്യം. അതിൽ ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ നമ്മളോട് പറയുന്നു, നിങ്ങൾ വെറുതെ തീ കത്തിക്കരുത്. എൻ്റെ യാഗപീഠത്തിന്മേൽ നിങ്ങൾ വെറുതെ തീ കത്തിക്കരുത്. എൻ്റെ യാഗപീഠത്തിന്മേൽ നിങ്ങൾ വെറുതെ തീ കത്തിക്കരുത്. ആരെങ്കിലും വാതിലടിച്ചു കളഞ്ഞാൽ കൊള്ളായിരുന്നു എന്ന് സർവശക്തനായ കർത്താവ് പറയുകയാണ്. ആമേൻ. എന്നിട്ട് പറയുകയാണ്, ഞാൻ നിങ്ങളുടെ വഴിപാട് സ്വീകരിക്കുകയില്ല, എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ല എന്ന് തീർത്തും കർത്താവായ ദൈവം പറയുക. എന്തുകൊണ്ടാണ് അത് പറയുന്നത്? നിങ്ങൾ വെറുതെ തീ കത്തിക്കുക. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വെറുതെ, നിങ്ങളുടെ ആരാധന എന്ന് പറയുന്നത് അത് വെറും തീയാ. ആ തീയിൽ ജീവനില്ല. ആ തീയിൽ ജീവനില്ല എന്ന് സർവശക്തനായ യഹോവയായ ദൈവം പറയുക. ആ തീയിൽ ശബ്ദത്തിൻ്റെ പെരുക്കമുണ്ട്, ലൈറ്റ്സിൻ്റെ പല വിധത്തിലുള്ള വർണ്ണങ്ങളുണ്ട്, അവിടെ ബുദ്ധിയുടെ പ്രമാണങ്ങളിലുള്ള ശുശ്രൂഷകളുണ്ട്. വലിയ ഹ്യൂമൻ ഡിസ്കോഴ്സസ്, ഇൻ്റലക്ച്വൽ ഡിസ്കോഴ്സസ് ഉണ്ട്. എൻ്റെ വചനമില്ല, ജീവനില്ല. ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതായെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നു. ഈ ആരാധനയെങ്കിൽ നിങ്ങൾ കത്തിക്കുന്ന വെറുതെ തീ കത്തിക്കുന്ന ആരാധനയെങ്കിൽ ജീവനില്ല എന്ന് പറഞ്ഞാൽ എന്നെ ക്രിസ്തുവില്ല, കർത്താവായ യേശു ക്രിസ്തുവില്ല. അത് എന്തുകൊണ്ടാണ് ഇല്ലാത്തത്? കർത്താവായ യേശു ക്രിസ്തു, എല്ലാ ആരാധനയും കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചിട്ടല്ലേ ജനം ആരാധിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാൻ പ്രാർത്ഥനയല്ല ആരാധനയെക്കുറിച്ചാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് അവിടെ ക്രിസ്തുവില്ലാത്ത ജീവനില്ലാത്ത ആരാധനയായി തീരുന്നത്? അത് വെളിപാട് പുസ്തകത്തിൽ കർത്താവായ യേശുപ്പച്ചൻ ആത്മാവ് സഭകളോട് പറയുന്നവൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. നിനക്ക് ജീവനുള്ളവനെന്ന് പേരുണ്ടെങ്കിലും നീ മരിച്ചവനാകുന്നു. നിന്റെ ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിച്ചു കൊള്ളുക. കാരണം നിന്റെ ആരാധനയെങ്കിൽ ജീവൻ വേണമെങ്കിൽ ക്രിസ്തു വേണം. അപ്പോൾ അതെന്താണ് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്? ഈ ആരാധനയെങ്കിൽ ഒരു യാഗവസ്തു വേണം, അത് ക്രിസ്തു ആയിരിക്കണം. അതെങ്ങനെയാ നീ ക്രിസ്തുവിനോടൊപ്പം ആരാധന കഴിക്കുന്നത്? കർത്താവ് സ്വർഗത്തിലല്ലേ. ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നു, പുരുഷൻ്റെ തല ക്രിസ്തു, സ്ത്രീയുടെ തല പുരുഷൻ. അപ്പോൾ നിന്റെ തല, പുരുഷൻ്റെ തല ക്രിസ്തു ആണെങ്കിൽ ആമേൻ, നീ ആരാണ്? നീ അവൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാണ്. യു ആർ ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്. അതപ്പോൾ എങ്ങനെയാ നീ ജഡത്തിൽ ജീവിക്കുന്ന അവൻ്റെ ശരീരം? നിന്റെ ജഡമല്ല അവൻ്റെ ശരീരം. കർത്താവേ സ്തോത്രം. നിന്റെ ജഡത്തെക്കുറിച്ചല്ലേ പറയുന്നത്? നിന്റെ തലയാകുന്ന ക്രിസ്തുവിൻ്റെ ശരീരം, ഇറ്റ്സ് എ ബോഡി ഓഫ് ക്രൈസ്റ്റ്. ആ ബോഡി ഓഫ് ക്രൈസ്റ്റ്, നീ ബോഡി ഓഫ് ക്രൈസ്റ്റ് ആണെങ്കിൽ ഈ ജഡമാണോ അതിൻ്റെ ശരീരം? അല്ല. നീ ക്രിസ്തുവിനോടുകൂടെ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ഒരു പുതിയ മനുഷ്യനുണ്ട്. ആ മനുഷ്യൻ്റെ പേരാണ് പുതിയ മനുഷ്യൻ. അത് ആത്മീയ മനുഷ്യനാണ്, അത് ജഡിക മനുഷ്യനല്ല. ഈ ആത്മീക മനുഷ്യന് മാത്രമേ ആ ആരാധനയെങ്കിൽ തലയാകുന്ന ക്രിസ്തുവിനോടുകൂടെ ആരാധിപ്പാൻ സാധിക്കുകയുള്ളൂ. ആമീൻ. ആ ആരാധനയാണ് സ്വർഗത്തിൽ ഉത്സവമായി മാറുന്നത്. എന്ന് പറഞ്ഞാൽ ഷിബു അല്ല, ഷിബുവിൻ്റെ വീണ്ടും ജനിക്കപ്പെട്ട ആ ഷിബു എന്ന ആത്മീക മനുഷ്യൻ, തലയാകുന്ന ആത്മാവാകുന്ന കർത്താവാകുന്ന യേശു ക്രിസ്തുവിനോടൊപ്പം ആരാധിക്കുന്ന ആരാധന മാത്രമേ അത് കത്തുന്ന തീയായി ആ യാഗപീഠത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെടുകയുള്ളൂ. ആമേൻ. അവിടെ അന്നേരമാണത് സ്വർഗത്തിലെ ഉത്സവമാകുന്നത്. ആമേൻ. ആ ആരാധനയെങ്കിലാണ് ദൈവം പ്രസാദിക്കുന്നത്. ആ ആരാധനയാണ് ശദ്രക്കും മേശക്കും അബേദ്നെഗോവും ഞാൻ അന്ന് നേരത്തെ പറഞ്ഞതുപോലെ, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ വെളിപ്പെട്ടത്. അവർ ജഡത്തെ മറന്നു. ആത്മീയ ആരാധനയാ തീയുടെ നടുവിൽ വെളിപ്പെട്ടത്. അതുപോലെ ഈ മലമേൽ വെളിപ്പെട്ടത് ലോകത്തിലെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട മഹത്വമേറിയ തേജസ്സിൻ്റെ ആരാധന ശുശ്രൂഷയാണ് ആ മലമേൽ വെളിപ്പെട്ടത്. അതെങ്ങനെയാ?
ആമേൻ. ആ ആരാധന അതെങ്ങനെയാണെന്ന് അറിയണമെങ്കിൽ ഞാൻ ഈ സംസാരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാകണം. ആരാധന വെളിപ്പെട്ടത് എങ്ങനെയാണെന്ന് അറിയാമോ? 5000 പുരുഷന്മാരായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ആമേൻ. കർത്താവ് മലമേൽ ഇരുന്ന് ഇവരോട് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ഏകദേശം 5000 പുരുഷന്മാർ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 20,000 അല്ലെങ്കിൽ 20 പൈതങ്ങളെയും സ്ത്രീകളെയും കൂടാതെ ഏകദേശം ഒരു 20,000 25,000 പേരുണ്ടെന്ന് കൂട്ടിക്കോ. വിൽ ടേക്ക് ഇറ്റ് as 20,000 പീപ്പിൾ. ഈ 20,000 പേര് ക്രിസ്തുവിനോടൊപ്പം ഞാനിപ്പോൾ പറഞ്ഞ ഈ യാഗപീഠത്തിൽ ജീവനുള്ള ആരാധനയായി ആ മലയിൽ വെളിപ്പെടാൻ തുടങ്ങി. അതെങ്ങനെയാണ് വെളിപ്പെട്ടത്? ഈ വന്നിരുന്ന 20,000 പേർ അവരെത്ര ദിവസം അവിടെ ഇരുന്ന് ആരാധിച്ചെന്നറിയാമോ? 3 days, 3 ദിവസം. ഈ 3 ദിവസത്തിന് സിഗ്നിഫിക്കൻസ് ഉണ്ട്, അത് ഞാൻ നിങ്ങളെടുത്ത് പറയാം. 3 ദിവസം അവർ കർത്താവിനോടൊപ്പം ആരാധിച്ചു. പ്രിയപ്പെട്ടവരെ, ആ ആരാധനയെങ്കിൽ പൈതങ്ങൾ, കൈക്കുഞ്ഞുങ്ങൾ വരെ ആ ആരാധനയിലുണ്ടായിരുന്നു. പ്രായമായ വൃദ്ധന്മാരുണ്ടായിരുന്നു, ചെറുപ്പക്കാരുണ്ടായിരുന്നു. ഈ 20,000 പേർക്ക് അല്ലെങ്കിൽ 5000 ഭവനം കൂട്ടുക. ഈ 5000 ഭവനത്തെക്കുറിച്ച് അവർ ചിന്തിച്ചില്ല. അവരുടെ വീട്ടിൽ മൃഗങ്ങളില്ലേ? കോഴിയില്ലേ? ആടില്ലേ? പശുവില്ലേ? അവിടെ കൃഷിക്ക് അവരെ നനയ്ക്കണ്ടേ? ഇതൊന്നും അവർ ചിന്തിച്ചില്ല. ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ എങ്ങനെ അവരുടെ ശരീരത്തെ വെടിഞ്ഞതുപോലെ ഈ 5000 പുരുഷന്മാരും ആ കൂടിയിരുന്ന 10-25,000 പേരും അവരുടെ വീടുകളെക്കുറിച്ച് ഓർത്തില്ല, അവരുടെ രോഗത്തെക്കുറിച്ച് ഓർത്തില്ല, അവരുടെ പ്രശ്നങ്ങളെക്കുറിച്ച് ഓർത്തില്ല. അവർ സകലതും മറന്ന് കർത്താവായ യേശു ക്രിസ്തുവിനോട് കൂടെ ആ മലയിലായിരുന്നു. അവരെവിടായിരുന്നു ആരാധിച്ചെന്നറിയാമോ? AC റൂമിലല്ല, കോൺക്രീറ്റ് സൗധങ്ങളിൽ അല്ല, 10,000 പേരെ ഉൾക്കൊള്ളിക്കാവുന്ന ലേറ്റസ്റ്റ് ഓഡിറ്റോറിയത്തിലല്ല, മരുഭൂമിയിൽ. സ്തോത്രം! മരുഭൂമിയിൽ അവർ ആരാധിച്ചു. ഒരാളും വെറുതെറുത്തില്ല. ഒരാളും 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആരാധന നിർത്തണം, പ്രസംഗം കൂടിപ്പോയെന്ന്, അല്ലെങ്കിൽ 30 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇതിൽ കൂടുതൽ പ്രസംഗിപ്പാൻ സമ്മതിക്കുകയില്ല, അല്ലെങ്കിൽ 1 മണിക്കൂറാണ് പ്രശ്നമാണ്. 1.5 മണിക്കൂർ ആരാധന പോയിക്കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി ദ ബിഗസ്റ്റ് പ്രോബ്ലം. അവിടെ റിവോൾട്ട് ഉണ്ടാകും. അങ്ങനെ ഒന്നും സംഭവിച്ചില്ല, ഒരു വെറുപ്പും സംഭവിച്ചില്ല. അവരെ തന്നെ മറന്നു. ഈ 25,000 പേരും അവരുടെ ജഡത്തെ വെറുത്ത് അവരെ തന്നെ മറന്ന് അവരാരാധിപ്പാൻ തുടങ്ങി. അവരാരാധിച്ച് എത്ര ദിവസമാണെന്നറിയാം? 3 ദിവസം പോയത് അറിഞ്ഞില്ല. അവർ കിടന്നത് എവിടാണെന്നറിയാമോ? മരുഭൂമിയിൽ. അപ്പോൾ എന്തായിരുന്നു അവരുടെ തണൽ? പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിസ്തംഭവും. അവരെ ജഡത്തിലല്ല ആരാധിച്ചത്, ദൈവമഹത്വത്തിൻ്റെ തേജസ്സിൻ്റെ മറവിൽ അവരുടെ ഉള്ളിലെ മനുഷ്യൻ ക്രിസ്തുവിനോടുകൂടെ ചേർക്കപ്പെട്ടു. ആ പുതിയ മനുഷ്യൻ, അവർ കർത്താവിനെ സ്വീകരിച്ചു. അവർ കർത്താവിനെ രക്ഷയ്ക്കായി ഏറ്റുപറഞ്ഞ് അവർ കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ ഉള്ളിലെ മനുഷ്യൻ കർത്താവായ യേശു അപ്പച്ചനോടൊപ്പം 3 ദിവസം അവരെ തന്നെ മറന്നവർ ആരാധിച്ചപ്പോൾ ദൈവമഹത്വം ഇറങ്ങി വന്നു. മത്തായി 15-ാം അധ്യായത്തിൽ എഴുതി വച്ചിരിക്കുക, കുരുടർ, മുടന്തർ, കൂനർ, കുഷ്ഠരോഗികൾ, നാനാവിധ രോഗമുള്ളവർ എല്ലാം പ്രശ്നക്കാരാ. പക്ഷെ അവരുടെ പ്രശ്നങ്ങളെ മുഴുവൻ മറന്ന്, സകലതും മറന്ന് 3 ദിവസം ഭക്ഷണം പോലും മറന്ന്, വീടിനെ മറന്ന്, കൈക്കുഞ്ഞുങ്ങളെ മറന്ന് അവരാരാധിച്ചു. പ്രതിഫലം ലേവ്യ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ശബത്തിൻ്റെ അനുഭവത്തിലേക്ക് അവർ 3-ാം ദിവസം മാറ്റപ്പെട്ടു. 3rd ഡേയിൽ ശബത്ത് അവരുടെ രോഗങ്ങളെല്ലാം സൗഖ്യമായി, അവരുടെ പ്രശ്നങ്ങൾക്കെല്ലാം സൗഖ്യമായി, അവരുടെ ഡിപ്രഷൻ മാറി, അവരുടെ പാനിക് അറ്റാക്സ് മാറി, അവരുടെ ദാരിദ്ര്യം മാറി. അവർ മഹാസന്തോഷത്തോടുകൂടി മഹാധൈര്യത്തോടുകൂടി അനുഗ്രഹിക്കപ്പെട്ടവരായി ഒരു ശബത്തിൻ്റെ അനുഭവത്തിലേക്ക്, ഒരു സ്വസ്ഥതയുടെ അനുഭവത്തിലേക്ക് പ്രവേശിച്ച് അവർ മഹാസന്തോഷത്തോടുകൂടി അവരുടെ ഭവനങ്ങളിലേക്ക് മടങ്ങിപ്പോയെന്ന് ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അത് ക്രിസ്തുവിനോടൊപ്പമുള്ള ആരാധനയാണ്. ഈ ആരാധനയെങ്കിൽ തീ വെറുതെ അല്ല കത്തിയത്, യാഗവസ്തുവിനോടൊപ്പം തീ കത്തി. അങ്ങനെ കത്തിച്ച വേറൊരു സംഭവം മത്തായി 15-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. പൗലോസും ശീലാസും, പ്രിയപ്പെട്ടവരെ, ഈ പൗലോസും ശീലാസും അടികൊണ്ട് ദേഹം മുഴുവൻ മുറിഞ്ഞ് അവരെ കാരാഗ്രഹത്തിൻ്റെ ഏറ്റവും അകത്തെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ തിഹാർ ജയിലിലെ കൊടും കുറ്റവാളികളെ പാർപ്പിക്കുന്ന ആ സെല്ലിൽ ഏറ്റവും അകത്തെ, കാരാഗ്രഹത്തിൻ്റെ ഏറ്റവും ഇന്നർ സെല്ലിൽ കൊണ്ടുവന്നിട്ടു. ചങ്ങലക്കിട്ടവരെ കാവൽ നിർത്തി. അവരെ ന്യായമായിട്ടും എന്താ പ്രിയപ്പെട്ടവരെ ചെയ്യേണ്ടത്? അവർ നിലവിളിക്കുകയല്ലേ ചെയ്യേണ്ടത്? പൗലോസ് ഈസ് എ വെരി ലേണഡ് ഫെലോ. PhD ഒക്കെ എടുത്ത് വെരി ലേണഡ് ഫെലോ, യഹൂദന്മാരിൽ അഗ്രഗണ്യനാണ്. ഇതാരാ വിളിച്ചിറക്കിയത്?
ആമീൻ. ആരും തലേ കൈവച്ച് അനുഗ്രഹിച്ച് വിളിച്ചിറക്കിയതല്ല, അപ്പനും അമ്മയും നേർന്നതല്ല. കർത്താവായ യേശുപ്പച്ചൻ ആമീൻ വിളിച്ച് നട്ടുച്ചയ്ക്ക് സൂര്യനെ വെല്ലുന്ന വെളിച്ചം വിളിച്ച് വേർതിരിച്ചിറക്കിയതായി പൗലോസിനെ. ആമീൻ. എന്തുവാ നോർമലി ഒരു മനുഷ്യൻ, നമ്മളാണ് ആ ഒരവസ്ഥയിൽ വന്നാൽ എന്തുവാ ചിന്തിക്കുന്നത്? എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് എനിക്കിത്? നീ വിളിച്ചു വേർതിരിച്ചതല്ലേ. ഞാൻ വെറും ലജ്ജിക്കപ്പെട്ടിരിക്കുന്നു, ഞാൻ നിന്ദിക്കപ്പെട്ടിരിക്കുന്നു. വൈ ലോർഡ് ദിസ് ഈസ് ഹാപ്പനിങ് ടു മീ എന്ന് പറഞ്ഞ ഒരു നിലവിളിയുടെ ശബ്ദമല്ലേ ആ കാരാഗ്രഹത്തിൽ ഉയരേണ്ടത്? പ്രിയപ്പെട്ടവരെ, ഒരു നിലവിളിയുടെ ശബ്ദം ഉയർന്നില്ല. അതുകൂടാതെ ശരീരം മുഴുവൻ അടിച്ച് ചോര ചീറ്റി വേദനിക്കുക, ഒരു നിലവിളിയുടെ ശബ്ദം ഉയർന്നില്ല. അർദ്ധരാത്രിയുടെ യാമങ്ങളിൽ അവർ കൈകൊട്ടി ദൈവത്തെ പാടി സ്തുതിച്ച് ആരാധിപ്പാൻ തുടങ്ങി. അവർ പ്രാർത്ഥിച്ചില്ല, കർത്താവേ ഞങ്ങളെ ഈ കാരാഗ്രഹത്തിൽ നിന്ന് വിടുവിക്കണമെന്ന്. പ്രിയപ്പെട്ടവരെ, അവർ പ്രാർത്ഥിച്ചില്ല, ഞങ്ങളെ ഈ കാരാഗ്രഹത്തിൽ നിന്ന് വിടുവിക്കണമെന്ന്. ആമേൻ. അവർ പ്രാർത്ഥിച്ചില്ല, ഞങ്ങളുടെ ഈ നിരാശയിൽ നിന്നും, ഞങ്ങളുടെ കഷ്ടതയിൽ നിന്നും, ഞങ്ങളുടെ മാനക്കേടിൽ നിന്നും ആമേൻ ഞങ്ങളെ വിടുവിക്കണമെന്ന് അവർ പ്രാർത്ഥിച്ചില്ല. മറിച്ച് അവർ ആരാധിപ്പാൻ തുടങ്ങി. ആ ആരാധനയുടെ മഹത്വം വെളിപ്പെട്ടപ്പോൾ, അവർ ആരാധിപ്പാൻ തുടങ്ങിയപ്പോൾ അത് സ്വർഗത്തിൽ ഉത്സവമായി തീർന്നു. പ്രിയപ്പെട്ടവരെ, അത് സ്വർഗത്തിൽ ഉത്സവമായി തീർന്നപ്പോൾ ആമീൻ എന്ത് സംഭവിച്ചു? ആ ശബത്തിൻ്റെ അനുഭവം, ആ സ്വസ്ഥതയുടെ അനുഭവം, അവർ മഹാസ്വസ്ഥതയിലേക്ക് മാറ്റപ്പെട്ടു. സ്വസ്ഥതയുടെ അനുഭവം ആ കാരാഗ്രഹത്തിൽ ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോവിന്റെ ആമീൻ തീച്ചൂളയിലേക്ക് ഇറങ്ങി വന്നതുപോലെ ആ കാരാഗ്രഹത്തിൻ്റെ നടുവിലേക്ക് ഇറങ്ങി വന്നു. കാരാഗ്രഹത്തിൻ്റെ ആ അടിസ്ഥാനം കുലുങ്ങി, ഭൂമി കുലുങ്ങി, ചങ്ങലകൾ അഴിഞ്ഞു മാറി, കാരാഗ്രഹത്തിൻ്റെ വാതിലുകൾ മരൽക്ക് തുറന്നു. കാരാഗ്രഹ പ്രമാണി പേടിച്ചിട്ട് ആ കത്തിയെടുത്തിട്ട് സ്വയം കുത്തിക്കൊല്ലാൻ വന്നപ്പോൾ പൗലോസ് പറഞ്ഞു, യജമാനെ വേണ്ട, ഞങ്ങളെങ്ങും പോയിട്ടില്ല, ഞങ്ങളിവിടെ. ആ ശബത്തിൻ്റെ അനുഭവത്തിൻ്റെ നെറ്റ് റിസൾട്ട് എന്താണെന്നറിയാമോ? ആ സ്വസ്ഥയുടെ ആ കാരാഗ്രഹ പ്രമാണി അവൻ്റെ കുടുംബവും രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് സഭയോടുകൂടെ അവർ ചേർന്നു. അത് സ്വസ്ഥയുടെ അനുഭവത്തിലേക്കായി. പൗലോസും ശീലാസും സ്വസ്ഥയുടെ അനുഭവത്തിലേക്കായി. പ്രിയപ്പെട്ടവരെ, ഇതാണ് ആരാധന. ഈ ആരാധന വെളിപ്പെടുമ്പോൾ മാത്രമാണ് ദൈവമഹത്വം ഇറങ്ങി വരുന്നത്. ആമീൻ. ഞാൻ പുതിയ നിയമത്തിലെ 2 കാര്യങ്ങളാണ് നിങ്ങളോട് ഷെയർ ചെയ്തത്. 3 കാര്യങ്ങളാണ്. ശമര്യക്കാരി സ്ത്രീയുടെയും ആരാധനയുടെ കാര്യം ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തു. ആമീൻ. പ്രിയപ്പെട്ടവരെ, പഴയ നിയമത്തിൽ അതിമനോഹരമായ ഒരു ആരാധനയുണ്ട് പ്രിയപ്പെട്ടവരെ. അത് ഇന്ന് രാത്രിയിൽ ഈ വചനം നിങ്ങളോട് സംസാരിക്കുന്നതിന് തൊട്ട് മുമ്പ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എനിക്ക് കാണിച്ചു തന്നതാ. എന്നെ അത്ഭുതപ്പെടുത്തി കളഞ്ഞു പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഈ സംസാരിക്കുന്ന വചനം ഇറ്റ് ഈസ് ദൈവത്തിൻ്റെ അരുളപ്പാടാണ്, ദൈവനിയോഗമാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് നിങ്ങൾ ആരാധിക്കുക. നിങ്ങളൊരു സ്വസ്ഥതയുടെ അനുഭവത്തിലേക്ക് മാറ്റപ്പെടണമെങ്കിൽ നിങ്ങൾ ആരാധിക്കുക. ആ ആരാധനയുടെ മഹത്വം, ആ ആത്മീയ ആരാധനയുടെ മഹത്വം നിങ്ങളുടെ ഭവനങ്ങളിൽ വെളിപ്പെട്ടത്. നിങ്ങളുടെ ജഡത്തിൻ്റെ അനുഭവം വെറും തീയ. ജഡത്തിൻ്റെ ആരാധന ശബ്ദവും പെരുപ്പവും ലൈറ്റും മാത്രമേ ഉള്ളൂ. അത് വെറും തീയ. ആ വെറും തീ കത്തിക്കല്ലേ, വെറും തീ കത്തിക്കല്ലേ. ആത്മീയ ആരാധന നമ്മുടെ ഭവനങ്ങളിൽ വെളിപ്പെടട്ടെ. പ്രിയപ്പെട്ടവരെ, പഴയ നിയമത്തിലെ ആ ആരാധന വെളിപ്പെട്ടപ്പോൾ ദൈവമേ, ഹല്ലേലൂയ, അതെത്ര മനോഹരമായിരിക്കുന്നു, എത്ര അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലായി. അറിയാമോ പ്രിയപ്പെട്ടവരെ, ആ പഴയ നിയമത്തിലെ ഏറ്റവും മനോഹരമായ ആരാധന അത് ഉൽപ്പത്തി 22 പറഞ്ഞിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, 22 അബ്രഹാമിനെ വിളിക്കുകയാണ്. അബ്രഹാമേ, അബ്രഹാമേ, അടിയനിതാ, നീ സ്നേഹിക്കുന്ന നിൻ്റെ ഏകജാതനായ മകനെ, നിൻ്റെ മകനെ ഇസ്ഹാക്കിനെ ഞാൻ കൽപ്പിക്കുന്ന മോറിയാമലയിൽ കൊണ്ടുചെന്ന് നീ അവനെ എനിക്ക് വേണ്ടി ഹോമയാഗം കഴിക്കണം. പ്രിയപ്പെട്ടവരെ, എൻ്റെ പ്രിയപ്പെട്ടവരെ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് വിളിച്ചു പറഞ്ഞുകൊള്ളട്ടെ. ഇത് നമ്മളാരെങ്കിലും കേൾക്കുകയാണെങ്കിൽ, ഇതൊരു പ്രവചന ശബ്ദമായി, അല്ലെങ്കിൽ ഇതൊരു അരുളപ്പാടായി, ഇതൊരു വെളിപ്പാടായി നമ്മളാരെങ്കിലും കേൾക്കുകയാണെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നമ്മൾ എന്തു ചെയ്യും? നമ്മൾ അവിടെ മുട്ടുമടക്കും, നിലവിളിക്കും, കർത്താവേ, അടിയനെ രക്ഷിക്കണമേ. 25 വർഷം, 75-ാമത്തെ വയസ്സിൽ 25 വർഷം കൂടാതെ ബാലൻ്റെ പ്രായം കൂടെ കൂട്ട് എത്രയാണെന്ന് എനിക്ക് കൃത്യമായി എനിക്കറിയില്ല. ബാലൻ്റെ പ്രായം ഒരു 10 വയസ്സ് കൂട്ടിയാൽ 35 വർഷം. നീ എന്നെ വിളിച്ചു വേർതിരിച്ചു, ഞാൻ സകലതും അനുസരിച്ചു. എനിക്ക് മക്കളില്ലാത്തവനായി നടന്നു, എലിയാസർ മാസം, എന്നിട്ടും നീ എനിക്ക് വാഗ്ദത്തം തന്നു. നീ എനിക്ക് അവസാനം എൻ്റെ 100-ാമത്തെ വയസ്സിൽ എനിക്ക് മകനെ തന്നു. ദൈവമേ, നീ എന്തുകൊണ്ട് ഇതെന്തോട് ചെയ്യുന്നു?
എന്നാണ് എൻ്റെ കയ്യിലെ കുറവ്? ഞാൻ എവിടെ തെറ്റി? ഞാൻ ഏതിൽ തെറ്റി? ആമേൻ. പ്രാർത്ഥിക്കാൻ ആൾക്കാരോട് പറയും. ആമേൻ. അവിടെ മുട്ടുമടക്കി നമ്മൾ ദൈവസന്നിധിയിൽ നിലവിളിക്കാൻ തുടങ്ങും. എന്നാൽ ഇവിടെ സംഭവിച്ചതോ, പ്രിയപ്പെട്ടവരെ, ഇവിടെ സംഭവിച്ചതെന്നാ? പ്രാർത്ഥനയുടെ നിലവിളിയല്ല ഉയർന്നത്. പൗലോസിൻ്റെയും ശീലാസിൻ്റെയും ആമേൻ കാരാഗ്രഹത്തിൽ നിലവിളിയുടെ ശബ്ദമല്ല ഉയർന്നത്. ആമീൻ. ആരാധനയുടെ ശബ്ദമാണ് ഉയർന്നതെങ്കിൽ ആമേൻ ഇവിടെ ഉയരുന്നത് പ്രാർത്ഥനയുടെ ശബ്ദമല്ല, ഇവിടെ ആരാധനയുടെ ശബ്ദം അബ്രഹാമിൽ നിന്ന് വെളിപ്പെട്ടു. അബ്രഹാം പറഞ്ഞു, അടിയനിതാ. അടുത്ത ക്ഷണത്തിൽ ബാല്യക്കാരനോട് കോപ്പിടാൻ പറഞ്ഞു കഴുതയ്ക്ക്. എന്നിട്ട് സാറയോട് പോലും പറഞ്ഞില്ല, സ്വന്തം ഭാര്യയോട് പോലും പറഞ്ഞില്ല. അബ്രഹാം ആ ജഡത്തിൽ നിന്ന് ആത്മാവിലേക്ക് രൂപാന്തരപ്പെട്ടു. ഒരു പിതാവിൻ്റെ ജഡം, ഇനി ഒന്നും വേണ്ട, ഒരു സാധാരണ മനുഷ്യൻ്റെ ജഡം മകനെ കൊല്ലുവാൻ ഒരിക്കലും പെർമിറ്റ് ചെയ്യത്തില്ല, പറ്റുകയില്ല, സാധിക്കുകയുമില്ല. ആമേൻ, ആമേൻ. പറ്റുകയില്ല കർത്താവേ, ഐ കനോട്ട് ഡു ഇറ്റ് എന്നേ പറയത്തുള്ളൂ. എന്നാൽ ഇവിടെ അത് പറയാതെ വണ്ണം അത് കെട്ട ക്ഷണത്തിൽ പ്രാർത്ഥനയുടെ നിലവിളിയല്ല അബ്രഹാമിൽ നിന്ന് ഉയർന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആരാധനയുടെ മഹത്വത്തിൻ്റെ തേജസ് അബ്രഹാമിൽ നിന്ന് ഉയർന്നു. യെസ്, കേട്ടു. ആ ജഡീകനായ ഒരു പിതാവിൻ്റെ, ആ ഒരു സാധാരണ മനുഷ്യൻ്റെ ആ ജഡം അഴിച്ചു വെച്ചിട്ട് ആത്മാവിലായി അബ്രഹാമും ഈ ഇസഹാക്കും ബാല്യക്കാരനോട് സാറയോട് പോലും പറയാതെ യാത്ര തുടങ്ങുക. നിങ്ങൾക്കറിയോ പ്രിയപ്പെട്ടവരെ, 3-ാം ദിവസം അവൻ മോറിയാമല കണ്ടു എന്ന് അതിൻ്റെ ഉൽപ്പത്തി 22 ആദ്യ ഭാഗങ്ങളിൽ രേഖപ്പെടുത്തി. 3rd ഡേ. എനിക്ക് ഇന്ന് മനസ്സിലാകുന്നു 3 ദിവസത്തെ ആരാധനയ്ക്ക് ഒരു വലിയ സിഗ്നിഫിക്കൻസ് ഉണ്ടെന്ന്. ഞാനിത് പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നു 3 ദിവസത്തെ എൻ്റെ ആരാധനയ്ക്ക് നീ സകലതും എൻ്റെ ജീവിതത്തിൽ ഞാൻ വിടുവിക്കപ്പെടുന്നത്, ഞാൻ രക്ഷിക്കപ്പെടുന്നത്, ഞാൻ അനുഗ്രഹിക്കപ്പെടുന്നത്, മീൻസ് സ്വർഗീയ അനുഗ്രഹത്താൽ നിറയപ്പെടുന്നത്. 3 ദിവസം ഞാൻ ഭക്ഷണം കഴിക്കാതെ എൻ്റെ ജഡത്തെ മറന്ന് ഞാൻ 3 ദിവസം എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഉപവസിച്ചപ്പോഴാണ് ഞാൻ വിടുവിക്കപ്പെടുകയും രക്ഷിക്കപ്പെടുകയും ചെയ്യുന്നത്. അതുകൊണ്ട് ഇന്ന് എനിക്ക് മനസ്സിലാകുന്നു ഈ 3 ദിവസം സകലതും മറന്ന്, ജഡത്തെ മറന്ന്. കാരണം കർത്താവിൻ്റെ ആ മലയിൽ 3 ദിവസമായിരുന്ന ആരാധന. അവർക്ക് ഭക്ഷണമില്ലായിരുന്നു, അവർ ജഡം മറന്നു, അവരവരെ തന്നെ മറന്നു. അതേ സംഭവം ഇവിടെ അബ്രഹാമിന് സംഭവിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അബ്രഹാമിൻ്റെ ഒരു പിതാവെന്ന, അല്ലെങ്കിൽ ഒരു സാധാരണ മനുഷ്യനെന്ന, ഒരു ഭർത്താവെന്നുള്ള ആ സകല ജഡീക മനുഷ്യൻ്റെ സ്വഭാവങ്ങളും അബ്രഹാം അവിടെ ഉരിഞ്ഞു കളഞ്ഞു. കർത്താവിൽ ആശ്രയിച്ചു, പിതാവായ ദൈവത്തിൽ ആശ്രയിച്ചു. ആത്മീകനായ അബ്രഹാം യാത്ര തിരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ മോറിയാമലയിൽ 3-ാമത്തെ ദിവസം ചെന്നു. ആമേൻ, ഹല്ലേലൂയ. ആ ജഡീകനല്ല, ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ നിങ്ങളോട് വിളിച്ചു പറയുന്നു, ജഡീകനായ അബ്രഹാമല്ല, ആത്മീകനായ ഈ ആത്മീയ ആരാധന അബ്രഹാമിൽ വെളിപ്പെട്ടു. ആത്മാവിലുള്ള ആരാധന. ആ കത്തിയെടുത്ത് മകൻ്റെ കഴുത്തിറക്കാൻ അബ്രഹാം കത്തിയെടുത്തു. അപ്പോൾ ഒരു വിളി വന്നു, അബ്രഹാമേ, അബ്രഹാമേ, ബാലൻ്റെ മേൽ കൈവെക്കരുത്. നീ നിൻ്റെ ഏകജാതനായ മകനെ, നീ സ്നേഹിക്കുന്ന നിൻ്റെ ഏകജാതനായ സ്വന്തം മകനെ തന്നെ നീ എനിക്ക് തരുവാൻ മടിക്കായി കൊണ്ട് നീ ദൈവത്തെ ഭയപ്പെടുന്നുവെന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ പ്രിയപ്പെട്ടവരെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ദ മൊമെൻ്റ് അബ്രഹാമിൻ്റെ ആത്മീയ ആരാധന വെളിപ്പെട്ടപ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രിയപ്പെട്ടവരെ ആ ശാപത്തിൻ്റെ അനുഭവത്തിലേക്ക് അബ്രഹാമിനെ മാറ്റിയെന്ന് ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ആ മൊമെൻറ്റിൽ ആത്മീയ ആരാധന അബ്രഹാം വെളിപ്പെട്ടപ്പോൾ ആ ശാപത്തിൻ്റെ അനുഭവത്തിലേക്ക് അബ്രഹാമിനെ മാറ്റിയെന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഒടുവിൽ ആ ശപത്തിൻ്റെ അനുഭവം എന്താണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നു. 6 ദിവസം നിൻ്റെ അപ്പനായ പിതാവായ സ്വർഗത്തിലെ ദൈവം നമുക്ക് വേണ്ടി ആമീൻ സൃഷ്ടിച്ചു. എവരിത്തിങ് ആ 6 ദിവസം സൃഷ്ടിച്ചിട്ട് ഈ 7-ാമത്തെ ദിവസം അത് ഇറ്റ് ഈസ് ഓപ്പൺ ടു യു ആൻഡ് മീ. ഈ ശബത്തിൻ്റെ അനുഭവം ഇറ്റ്സ് ഓപ്പൺ. കാരണം അതാണ് എബ്രായർ 4-ാം അധ്യായത്തിൽ പറയുന്നത്, വിശ്വാസിക്ക് ഒരു ശബത്തിൻ്റെ അനുഭവം ശേഷിച്ചിരിക്കുന്നു. വീണ്ടും ജനിക്കപ്പെട്ടവർക്ക് ഒരു ശാപത്തിൻ്റെ അനുഭവം. അതിൽ നിങ്ങൾ കടക്കാതെ പോയാൽ നിങ്ങൾ ഭയപ്പെടുക, ദൈവത്തെ ഭയപ്പെടുക, അതിൽ കടന്നിരിക്കണമെന്ന് എബ്രായർ 4-ാം അധ്യായത്തിൽ പറയുന്നു. ആ ശബത്തിൻ്റെ അനുഭവത്തിലേക്ക് അബ്രഹാമിനെ ദൈവം മാറ്റി. ഒരു ആടിനെ ദൈവം അവിടെ ഒരുക്കി, ആട്ടുകൊറ്റനെ അവിടെ ഒരുക്കി. എന്നിട്ട് വീണ്ടും 2ാമത് അബ്രഹാമിനെ വിളിക്കുകയാണ് ദൈവം.
യഹോവയുടെ ദൂതൻ രണ്ടാമത് ആകാശത്തിന് അബ്രഹാമിനോട് വിളിച്ചരുളി ചെയ്ത്, നീ ഈ കാര്യം ചെയ്തു, നിന്റെ ഏകജാതനായ മകനെ തരുവാൻ മടിക്കായുണ്ട്. ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും. നിന്റെ സന്തതി ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽക്കരയിലെ മണൽ പോലെയും അത്യന്തം വർദ്ധിപ്പിക്കും. നിന്റെ സന്തതി ശത്രുക്കളുടെ പട്ടണങ്ങളെ കൈവശമാക്കും. നീ എൻ്റെ വാക്കനുസരിച്ചുകൊണ്ട് നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലുള്ള സകല ജാതികളും അനുഗ്രഹിക്കപ്പെടുമെന്ന് ഞാൻ എന്നെക്കൊണ്ട് തന്നെ സത്യം ചെയ്തിരിക്കുന്ന യഹോവ അരുളി ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, അബ്രഹാം മഹാധനവാനായി തീർന്നു. ആ ദേശത്തിലെ രാജാക്കന്മാർ പോലും അബ്രഹാമിനെ ഭയപ്പെട്ടു. ദൈവം വാഗ്ദത്തം ചെയ്തിരുന്നത് മുഴുവൻ ഈ നിമിഷം മുതൽ അബ്രഹാമിനെ സ്വസ്ഥതയുടെ അനുഭവത്തിലേക്ക് സർവശക്തനായ ദൈവം പ്രവേശിപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, ഈ 2 വീഡിയോയിലുമായി പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളോട് പറയുക, ഈ ദൈവത്തിൻ്റെ ദാസന്മാരാരും അബ്രഹാം, ശദ്രക് മേശക് അബേദ്നെഗോ, ദാനിയേൽ, പൗലോസ്, ശീലാസ്, ഇവരാരും അവരുടെ പ്രശ്നത്തിൻ്റെ നടുവിൽ അവർ നിലവിളിച്ചില്ല, മറിച്ച് അവർ ആരാധിച്ചു. പത്രോസ് യോഹന്നാനും ആരാധിച്ചത് കിടപ്പുണ്ട് ദൈവത്തിൻ്റെ വചനത്തിൽ. പത്രോസ് ആരാധന സുഖമായിട്ട് ഉറങ്ങി. പത്രോസ് സ്വസ്ഥതയുടെ അനുഭവത്തിലേക്ക് ഓട്ടോമാറ്റിക് കൊല്ലാനാ യാക്കോബിനെ കൊന്നു. യാക്കോബിനെ കൊന്നിട്ട് പത്രോസിനെ കൊല്ലാൻ കാരാഗ്രഹത്തിലിട്ടിരിക്കുക. പത്രോസ് സുഖമായി കിടന്നുറങ്ങി. ഹി വാസ് ഓൾറെഡി ഇൻ റെസ്റ്റ്. അതുകൊണ്ട് ഈ ശാപത്തിൻ്റെ അനുഭവം അനേകം ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. ആകയാൽ കഴിഞ്ഞ ദിവസം ലേവ്യ പുസ്തകം 23-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ കൂടെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്ന ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ വചനം ഇതാ. പ്രിയപ്പെട്ടവരെ, ഈ ആരാധന ജഡത്തിലുള്ള ആരാധനയല്ല, ആത്മാവിൽ നീ നിന്നെ തന്നെ മറന്ന് നിൻ്റെ ദൈവത്തെ നീ ആരാധിക്കുമ്പോൾ നിൻ്റെ പ്രശ്നം എന്തു തന്നെ ആയിക്കൊള്ളട്ടെ, നിൻ്റെ വിഷയം എന്തു തന്നെ ആയിക്കൊള്ളട്ടെ, അതിനെ സ്വസ്ഥതയുടെ അനുഭവത്തിലേക്ക്, നിൻ്റെ പ്രശ്നത്തിന് ഉത്തരം ദൈവം നിനക്ക് തരുമെന്നുള്ള അത്ഭുത സത്യമാണ് ഈ വചനത്തിൽ കൂടെ പ്രിയപ്പെട്ടവരെ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നത്. ആകയാൽ സർവശക്തനായ ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ തേജസ് നമ്മുടെ മേൽ വീഴണമെങ്കിൽ, ആ മഹത്വത്തിൻ്റെ തേജസ്സിൽ നമ്മൾ മറയ്ക്കപ്പെടണമെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ മറന്ന് ദൈവത്തെ ആരാധിക്കണം. അതാണ് കർത്താവിൻ്റെ സ്വർഗരാജ്യത്തിൻ്റെ അനുഭവം. ഈ സ്വർഗരാജ്യത്തിൽ നിനക്ക് ജഡത്തിൽ കയറാൻ പറ്റുകയില്ല. ഇത് ജഡത്തിൻ്റെ ആരാധനയല്ല, ശമര്യക്കാരി സ്ത്രീയോട് പറഞ്ഞ ആരാധന. ഇവിടെ നിനക്ക് നീ ഇരിക്കുന്ന സ്ഥലം വിശുദ്ധവും, നീ എവിടെ ഇരുന്നാലും. പ്രിയപ്പെട്ടവരെ, ഈ അനുഭവം എനിക്കുണ്ടായി. അതുകൊണ്ട് 36 വർഷങ്ങൾക്ക് ശേഷം ആ അനുഭവത്തിൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനം എന്താണ്, ആ ആരാധനയുടെ വചനത്തിൻ്റെ അടിസ്ഥാനം എന്താണെന്നാണ് എൻ്റെ ദൈവം എനിക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്നുമായിട്ട് വെളിപ്പെടുത്തി തരുന്നത്. 89 ഡിസംബർ 17-ാം തീയതി എൻ്റെ കുഞ്ഞ് മരിച്ചു പോകുന്ന എന്നെ അറിയിച്ചപ്പോൾ ഞാൻ സകലതും എന്നെ തന്നെ മറന്ന് ഞാൻ എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് പബ്ലിക് റോഡിൽ നിന്ന് ഉച്ചത്തിൽ ഞാൻ നിലവിളിച്ചു. ആരാധിച്ചില്ല, ഞാൻ നിലവിളിച്ചു. സ്വസ്ഥതയുടെ അനുഭവത്തിലേക്ക്, അത് ആരാധനയല്ലായിരുന്നു, എൻ്റെ നിലവിളിയായിരുന്നു. സ്വസ്ഥതയുടെ അനുഭവത്തിലേക്ക് ദൈവം എന്നെ മാറ്റി. പ്രിയപ്പെട്ടവരെ, ഞാനന്ന് നിലവിളിച്ചുവെങ്കിൽ ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു, നിലവിളിയല്ല, ദൈവത്തെ ആരാധിക്കുക. ജഡത്തിലല്ല, ആത്മാവിൽ നിങ്ങൾ ദൈവത്തെ ആരാധിക്കുക. നിങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരമുണ്ടാവും. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കും. എനിക്ക് ഉറപ്പുണ്ട്, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. അതാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. പൗലോസ് അത് പറയുന്നുണ്ട്, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ ദൈവസന്നിധിയിൽ സ്വത്വത്തോടുകൂടെ സമർപ്പിക്കുക അത്രേ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ ക്രിസ്തുയേശുവെങ്കിൽ വ്യാപരിക്കുമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നു. ഇവിടെ ഞാൻ പ്രാർത്ഥനയെക്കുറിച്ചല്ല ഇത്രയും സമയം സംസാരിച്ചത്, ആരാധനയെക്കുറിച്ചാണ്. അതുകൊണ്ട് ഞാൻ ദൈവസന്നിധിയിൽ ശരണപ്പെടുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവത്തെ ആരാധിക്കാം. നമ്മളെ തന്നെ മറന്ന് ദൈവസന്നിധിയിൽ നമ്മൾ ആരാധിക്കുമ്പോൾ ആ ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ തേജസ്, ആ സ്വസ്ഥതയുടെ അനുഭവത്തിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുചെല്ലും. ദൈവം നമ്മളെ അനുഗ്രഹിക്കും. സകലത്തിലും നമ്മൾ അനുഗ്രഹിക്കപ്പെടുമെന്നുള്ളത് ദൈവത്തിൻ്റെ വാഗ്ദത്ത വചനമാണ്. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ എനിക്ക് വേണ്ടിയും എൻ്റെ കുടുംബത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കണമെന്നും ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്തോത്രം. അല്പസമയം ദൈവത്തിൻ്റെ സന്നിധിയിലിരിപ്പാൻ, ഈ ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ വെളിപ്പാട് ആമേൻ ഞങ്ങൾക്ക് സംസാരിപ്പാൻ, അനേകർക്കിത് അനുഗ്രഹമായി തീരുവാൻ എൻ്റെ ദൈവം ഇടയാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കും. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തോത്രം. ആരാധിപ്പാൻ, സകലതും മറന്ന് ദൈവസന്നിധിയിൽ ആരാധിപ്പാൻ ഞങ്ങളെ പഠിപ്പിച്ചാട്ട്
ഈ വചനം കേൾക്കുന്ന എല്ലാവരും അനുഗ്രഹിക്കപ്പെടട്ടെ കർത്താവേ. പ്രാർത്ഥനയായിട്ട് കൃപയ്ക്കായി സ്തോത്രം. സകല മാനവും മഹത്വവും എൻ്റെ അപ്പച്ചന് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.